എല്ലാവർക്കും നമസ്കാരം. ഇത് ADHD കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. എന്താണ് ADHD എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കുട്ടിക്ക് ADHD ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന ഒരു പാരന്റിന് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഒരു എക്സ്പെർട്ടിന്റെ ഒപ്പീനിയൻ എടുക്കണോ, ഒരു സപ്പോർട്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തീരുമാനിക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ മിക്ക കുട്ടികളും വളരെയധികം വികൃതി കാണിക്കുകയാണ്, പറഞ്ഞത് അനുസരിക്കുന്നില്ല, വലിയ രീതിയിൽ വഴക്കും പ്രശ്നങ്ങളുമാണ്, അടിപിടി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അനുസരിക്കാതെ മറ്റെന്തൊക്കെയോ ഒരു കാണിച്ചുകൊണ്ട് നടക്കുകയാണ്, എപ്പോഴും ആൾക്കാർ ഇവരെ കുറിച്ച് കംപ്ലൈന്റ് പറയാണ് എന്നുള്ള രീതിയിലൊക്കെ ആകുമ്പോൾ മിക്ക മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇനി ഇവർക്ക് ADHD ഉണ്ടോ എന്നുള്ള രീതിയിൽ. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ADHD കുറിച്ച് ഇപ്പൊ പൊതുവെ പലർക്കും ചെറിയ രീതിയിലൊക്കെ ധാരണകൾ ഉണ്ടായിരിക്കും അല്ലെ. ഈ അടുത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള ഫിലിം സ്റ്റാർ വേദിയിൽ പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ 41ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ഈ ഒരു ഡിസോർഡർ ഉണ്ട് എന്നുള്ള കാര്യം ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്തത് എന്നൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒത്തിരി ധാരണകളുണ്ട്, അതേസമയം തന്നെ ഒത്തിരി തെറ്റിദ്ധാരണകളുള്ള ഒരു ഡിസോർഡറും കൂടിയാണിത്. ഇത് മൊബൈൽ, TV പോലെയുള്ള സാധനങ്ങൾ എപ്പോഴും കുട്ടികൾ ഉപയോഗിച്ചിട്ടാണ്, മാതാപിതാക്കൾ ഇവരെ നല്ല അടി കൊടുത്ത് വളർത്താത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് കുട്ടികളെ വളർത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുന്നത്. ഈ കാരണങ്ങളൊക്കെ വരുന്നത് കൊണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും പക്ഷെ അതെല്ലാം തന്നെ ADHD ആവണം എന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ADHD ആണോ അല്ലെങ്കിൽ ഇത് കുട്ടിയുടെ ഒരു അമിത വികൃതിയാണോ തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിട്ടുള്ളതെന്ന് ഒരു സാധാരണ ഒരാൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എന്താണ് ADHD എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്, ഇത് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെതാണ്. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഒരു മാനുവലാണ്. ഇത് ആർക്ക് വേണമെങ്കിലും നെറ്റിൽ കയറി നോക്കാവുന്നതാണ്. ഇതിൽ വളരെ വ്യക്തമായിട്ട് എന്താണ് ADHD എന്നതിനെ കുറിച്ച്, ഇപ്പോൾ ഇതിലുള്ളത് ഒത്തിരി ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. ഈ ലക്ഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡിസോർഡർ ആണ് എന്നതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു മാനുവലാണ്. മെന്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ച്, ബ്രെയിൻ റിലേറ്റഡ് കണ്ടീഷൻസിനെ കുറിച്ച്, മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ പറയുന്ന ഒരു മാനുവലാണ്. അപ്പോൾ ഈ മാനുവൽ പ്രകാരം ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡറിന്റെ അണ്ടറിൽ ഒത്തിരി കണ്ടീഷൻസ് വരുന്നുണ്ട്. അതിലൊരു ഡിസോർഡറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ADHD. അപ്പോൾ എന്താണ് ADHD എന്ന് വളരെ ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കുട്ടിയിൽ ഇൻഅറ്റൻഷനോ ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിവിറ്റിയോ അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചോ 6 മാസക്കാലമോ അതിൽ കൂടുതൽ കാലമോ കുട്ടിയിൽ തുടർച്ചയായിട്ട് വരികയാണ്, ലക്ഷണങ്ങൾ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കാരണം കുട്ടിക്ക് ഡെയിലി ഫങ്ഷനിങ്ങിനെയും കുട്ടിയുടെ ഡെവലപ്മെന്റിനെയും അത് ബാധിക്കുന്നുണ്ടെങ്കിലാണ് നമ്മളിതിനെ ADHD എന്ന് പറയുന്നത്. ADHD 3 തരത്തിലാണ്. അത് കോമൺ ആയിട്ട് വരുന്നത് ഇൻഅറ്റൻഷനും ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിവിറ്റി എല്ലാം ഒരുമിച്ച് വരുന്ന അവസ്ഥ, ഒരാളിൽ എല്ലാം ഉണ്ടായിരിക്കുന്ന അവസ്ഥ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ കുട്ടിയിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്, ഇൻഅറ്റൻഷൻ കാണണമെന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ വളരെ കുറവായിരിക്കും. ഇനി മൂന്നാമത്തെ തരം എന്ന് പറയുന്നത് കുട്ടിയിൽ ഇൻഅറ്റൻഷൻ കൂടുതലായിട്ട് കാണും, പക്ഷെ കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കണം എന്നില്ല. ഇങ്ങനെ 3 തരത്തിലാണ് ADHD വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ഇൻഅറ്റൻഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇതിൽ ഒരു 9 ലക്ഷണങ്ങൾ ഞാൻ പറയാം. പ്രായത്തിനനുസരിച്ച് നോക്കുമ്പോൾ കുട്ടിക്ക് അങ്ങോട്ട് ഒരു കാര്യത്തിലോട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ, കെയർലെസ് ആയിട്ട് മിസ്റ്റേക്കുകൾ വരുത്തുക, ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു നേരം ശ്രദ്ധിച്ചിരിക്കാൻ കഴിയാതെ വരിക. ഇപ്പൊ അവരോട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും ആ ചോദിക്കുമ്പോൾ അവരതിനെ ശ്രദ്ധിക്കുകയൊന്നുമില്ല, ഒരു പുറമെ ഒരു ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മളതിൽ ചോദിച്ചതിന് അവര് ഒരു കാര്യം ചോദിച്ചു എന്നൊരു ശ്രദ്ധയൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, എന്നുവെച്ചാൽ എന്തെങ്കിലും ചെയ്ത് കൊണ്ടുവരണം എന്നൊക്കെ സ്കൂളിൽ നിന്നൊക്കെ പറയുകയാണെങ്കിൽ അവരതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ സ്വന്തം കാര്യങ്ങളായാലും എല്ലാം ഒരു ഡിസോർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുക. ഇപ്പൊ അവരുടെ ടേബിൾ അല്ലെങ്കിൽ റൂം എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും അധിക സമയം ഉണ്ടാവുക. ഇനി ഒരുപാട് മെന്റൽ എഫേർട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുക. അപ്പോൾ ആ ഒരു പ്രായത്തിനനുസരിച്ചുള്ള മെന്റൽ എഫേർട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുട്ടിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ഇവരുടെ അടുത്ത് നിന്ന് സ്ഥിരം സാധനങ്ങൾ എപ്പോഴും നഷ്ടമായിക്കൊണ്ടിരിക്കും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നും സ്കൂളിൽ വെച്ചിട്ട് പെന്ന് പെൻസിലൊക്കെ കൊണ്ടുപോകുമ്പോൾ സ്കൂളിൽ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നഷ്ടമായിട്ട് വരും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നിട്ട് ചോദിക്കുകയാണ് ഇന്നലെ കൊണ്ടുപോയത് എവിടെയും ചോദിച്ചാൽ അവർക്ക് ആ കാര്യങ്ങൾ അറിയേയില്ല അല്ലെങ്കിൽ ഓർമ്മയില്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ പെരുമാറുക.
ഇനി എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലി ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അങ്ങോട്ട് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും. അവർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇട്ടിട്ട് വേഗം അങ്ങോട്ട് ശ്രദ്ധ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഡെയിലിയുള്ള ആക്ടിവിറ്റികൾ ചെയ്യാൻ അവർ മറന്നു പോകും. അപ്പോൾ നമ്മൾ ഇവിടെ 9 ലക്ഷണങ്ങൾ പറഞ്ഞു. ഈ 9 ലക്ഷണങ്ങളിൽ ഒരു 6 എണ്ണമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിലാണ് നമ്മൾ കുട്ടിയിൽ ഇൻഅറ്റൻഷൻ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റിയിലോ നമ്മൾ നോക്കുന്നത്. അതിലും ഒരു 9 ലക്ഷണങ്ങളുണ്ട്. അതിലും ഒരു 6 എണ്ണമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കുട്ടിയിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഹൈപ്പർ ആക്ടിവിറ്റിയിലെ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ഇനി ഇതിൽ വരുന്നതാണ് ചെറിയ തോതിലെങ്കിലും എപ്പോഴും ഇവരുടെ ബോഡിയിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കും എന്നുള്ളത്. ഒന്നില്ലെങ്കിൽ കാലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, കൈ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കൈ ഇങ്ങനെ ടാപ്പ് ചെയ്യുക, ബോഡി ട്വിസ്റ്റ് ചെയ്യുക, അങ്ങനെ അല്ലെങ്കിൽ ബോഡി മുന്നോട്ടും പിറകോട്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള മൂവ്മെന്റ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ചില സാഹചര്യങ്ങളിൽ ചില രീതിയിലുള്ള പെരുമാറ്റം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അസംബ്ലിയുടെ ടൈമിൽ എല്ലാവരും ഇങ്ങനെ എണീറ്റ് നിൽക്കണം, അല്ലെങ്കിൽ പ്രയറിന്റെ ടൈമിൽ എണീറ്റ് നിൽക്കണം, ക്ലാസ് റൂമിൽ എല്ലാവരും ഇരിക്കണം, ഇങ്ങനെയുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് അത് ഫോളോ ചെയ്യാനൊക്കെ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇൻഅപ്രോപ്രിയേറ്റ് സിറ്റുവേഷനിലുള്ള ഇവരുടെ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഇവർ ചില സമയങ്ങളിൽ ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണെന്നിരിക്കട്ടെ, ഇവർ വലിയ രീതിയിൽ ബഹളം വെക്കുക, അല്ലെങ്കിൽ ടേബിളിന്റെ മുകളിൽ കയറി താഴേക്ക് ചാടുക. ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാലാണെന്നുണ്ടെങ്കിൽ ഇവരെ ഒരു പരിസരം നോക്കാതെ അവിടെ ഓടി നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ ചെയ്യുക. പിന്നെ ഇവർക്കൊരു ഗ്രൂപ്പിന്റെ കൂടെ എൻഗേജ് ചെയ്യാൻ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം മറ്റുള്ളവർക്കൊരു അവസരം കൊടുക്കണമെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇവർ ചിന്തിക്കില്ല. എല്ലാത്തിലും കയറി അങ്ങോട്ട് ഇടപെടുകയാണ് ഇവരധികം ചെയ്യുക. ഇനി അടുത്തെന്ന് പറയുന്നത് എപ്പോഴും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു വലിയ രീതിയിലുള്ള ഒരു എനർജി എപ്പോഴും ഇവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഇവരെ ബോഡിയിൽ ഒരു മോട്ടർ ഫിറ്റ് ചെയ്ത പോലെയാണ്. ഒരു കാര്യം ചെയ്തു അപ്പൊ തന്നെ മറ്റു കാര്യം ചെയ്തു, അത് കഴിഞ്ഞ് വേറൊരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഒരു റെസ്റ്റ് എടുക്കുക, എനിക്ക് ക്ഷീണം വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. ഇനി കൂടുതലായിട്ടുള്ള സംസാരം, ഇവരെപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന്, അത് കഴിഞ്ഞ് മറ്റൊന്ന്, അല്ലെങ്കിൽ അത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ആയിക്കോണം എന്നൊന്നുമില്ല. ഇനി അടുത്തത് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ആ ചോദ്യം നമ്മൾ ഒരു പക്ഷെ തീർക്കുന്നതിന് മുൻപേ ആയിട്ട് തന്നെ അവർ ചിലപ്പോൾ ഉത്തരം പറഞ്ഞിരിക്കും. അത് മിക്കവാറും ഒരു പക്ഷെ തെറ്റായിട്ടുള്ള ഉത്തരമായിരിക്കും പറയാം. സ്വന്തം ടേൺ വരുന്നവരെ വെയിറ്റ് ചെയ്യാനും കഴിയാത്ത അവസ്ഥ വരിക. ഇപ്പൊ എന്തെങ്കിലും ഒരു ക്യൂലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ അവിടുന്ന് ബഹളം ഉണ്ടാക്കി, അല്ലെങ്കിൽ അമ്മയെ കയറി ഇടിക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോകണം, അല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് തന്നെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ വലിയ രീതിയിൽ വാശിയും കുറുമ്പും ഒക്കെ കാണിക്കുക. ഇനി മറ്റുള്ളവരുടെ കാര്യത്തിൽ സമ്മതമില്ലാതെ തന്നെ ഇടപെടുക. ഇപ്പോൾ അവരുടെ കാര്യം ഞാൻ തന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മറ്റൊരാളുടെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കണം എന്നുള്ളതിന് വാശി പിടിക്കുക, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഇപ്പം നമ്മൾ കുട്ടികൾ കളിക്കുമ്പോൾ ഒരാളുടെ ടേൺ കഴിഞ്ഞിട്ട് മറ്റേ ആൾക്ക് ഒരു അവസരം കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ അതൊന്നും ചിന്തിക്കില്ല. ഒരു പ്രാവശ്യം ഇവർ തന്നെ കളിച്ചു, അടുത്ത പ്രാവശ്യം ഇവർ തന്നെ കളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റിയിലുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ഒരു 6 എണ്ണമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിലാണ് കുട്ടിയിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ തന്നെയും കുട്ടി ഒരു 6 മാസ കാലമോ അതിൽ കൂടുതൽ കാലമോ കുട്ടി കാണുകയാണ്. അത് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ, ഡെയിലി ഫങ്ഷനിങ്ങിനെയൊക്കെ ബാധിക്കുന്ന തരത്തിലാവുകയാണെങ്കിലാണ് നമ്മൾ ഈ കുട്ടിയിൽ ADHD ഉണ്ടെന്ന് പറയുന്നത്. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇതേപോലെയുള്ള സ്വഭാവങ്ങൾ കുട്ടി ഒരു മിനിമം ഒരു 2 സെറ്റിങ്സിലെങ്കിലും കുട്ടി കാണിക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കുട്ടി ഈ ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിവിറ്റിയും ഒക്കെ വീട്ടിലും സ്കൂളിലും അങ്ങനെ 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കുട്ടി കാണിക്കണം. അപ്പോൾ വീട്ടിൽ മാത്രമാണ് കുട്ടി പ്രശ്നം, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വീട്ടിലെന്തോ ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് ഇതുപോലെയുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനും. ഇനി ഒരു വ്യക്തിയിൽ എപ്പോൾ മുതലാണ് ഇതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുക എന്ന് സംശയം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഒരു വ്യക്തിയിൽ ആ വ്യക്തിയുടെ ഒരു 12 വയസ്സിന് മുൻപ് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ ആ വ്യക്തി കാണിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും അത് ശ്രദ്ധിക്കണമെന്നില്ല. മിക്കവരും ഒരുപക്ഷെ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അയാളുടെ ഒരു 30-ാമത്തെയോ 40-ാമത്തെയോ വയസ്സിലായിരിക്കും ഇതൊരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ആണ് എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി എപ്പോൾ മുതലാണ് ഒരു കുട്ടിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഇത് ഒരു അസസ്മെന്റ് എടുക്കാൻ നമുക്ക് പറ്റുന്നത്?
തീർച്ചയായിട്ടും ആ കുട്ടി ഒരു വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി വേണം, അല്ലെ? അതാണ് നമ്മൾ 2 സെറ്റിങ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു 4 വയസ്സിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കുട്ടിയിൽ ഇത്തരത്തിലുള്ള അസസ്മെന്റുകൾ എടുക്കുന്നത്. ഇതിന് അസസ്മെന്റ് നമ്മൾ ഇത്രയും പറഞ്ഞ മാനുവൽ അനുസരിച്ചുള്ള ക്രൈറ്റീരിയകൾ നോക്കും. പിന്നെ ഇതിന് സെപ്പറേറ്റ് അസസ്മെന്റ് ടൂൾ ഉണ്ട്, അത് നമ്മൾ ചെയ്യിപ്പിക്കും. കുട്ടി ഒബ്സർവ് ചെയ്യുന്നതിലൂടെയൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ തന്നെ വരുന്ന ലക്ഷണങ്ങളാണ് ലാംഗ്വേജിലും മോട്ടോർ ഡെവലപ്മെന്റിലുള്ള ഡിലേ. ഒന്നില്ലെങ്കിൽ ഇത് നേരത്തെ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളുണ്ട്, കുട്ടി വളരെയധികം പ്രശ്നം ഉണ്ടാക്കുകയാണ്, മറ്റുള്ളവരെ അടിക്കുക, പിടിക്കുക, അല്ലെങ്കിൽ എന്നും വഴക്ക്, പ്രശ്നങ്ങൾ, കുട്ടി വളരെ രീതിയിൽ ഇത് ദേഷ്യം കാണിക്കുകയാണ്, സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കുക, വലിയ രീതിയിൽ മോശം വാക്കുകൾ പറയുക, തുപ്പുക, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഡോറൊക്കെ വലിച്ചടയ്ക്കുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഇതിന്റെ കൂടെ തന്നെ കാണുന്നുണ്ട്. ഇപ്പൊ ടോയ്സ് ഒക്കെ വെച്ച് കളിക്കുന്നതിന് പകരം എല്ലാം എറിഞ്ഞ് പൊട്ടിക്കുക, അല്ലെങ്കിൽ അത് വെച്ചിട്ട് മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളും ഇതിന്റെ കൂടെ തന്നെ ഒരുപക്ഷെ കുട്ടികൾ കണ്ടെന്നിരിക്കാം. ഇനി ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയിൽ ADHD ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് സ്റ്റേബിളായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ചിലരിൽ കുട്ടികളായിരിക്കുമ്പോൾ ലക്ഷണങ്ങൾ അവരിങ്ങനെ ചാടി ഓടി മറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, വലിയ രീതിയിൽ വാശി, ഇങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെ? പക്ഷെ വലുതായി കഴിയുമ്പോൾ ഒരുപക്ഷെ അവർ കാണിക്കുന്ന ലക്ഷണങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അവർക്ക് ഗ്രൂപ്പ് മീറ്റിങ്ങിലൊക്കെ ഇരിക്കാൻ പറ്റാതെ വരിക, അപ്പോൾ വേണമെങ്കിൽ സ്പീഡിൽ അവർ കാർ ഡ്രൈവ് ചെയ്യുക, അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് വലിയ രീതിയിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ഒരു ബിഹേവിയറിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി ചിലർക്ക് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു അഡോളസെന്റ് പീരീഡ് ഒക്കെ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് കഴിയുന്ന സമയമൊക്കെ ആവുമ്പോഴേക്കും ഇവര് മോഷണം, വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന്, മറ്റു ലഹരി വസ്തുക്കൾ, മറ്റു കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുമ്പോൾ വളരെയധികം സന്തോഷം ലഭിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ADHD മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന രീതിയിലൊക്കെ തരംതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിയറിന്റെ രീതിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മെഡിക്കേഷനും തെറാപ്പിയും ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പോൾ പലർക്കുള്ള സംശയമായിരിക്കും, ഇത് ചെറുപ്പത്തിലെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ അസുഖം ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമോ എന്നുള്ള രീതിയിൽ. ഇപ്പൊ നമ്മൾ പനി, ജലദോഷമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മരുന്നെടുക്കുന്നു, ആ അസുഖം ഒരു 6-7 ദിവസം കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു. പക്ഷെ ഈ കാര്യത്തിൽ അങ്ങനെയല്ല. മെഡിക്കേഷനും തെറാപ്പികളൊക്കെ എന്താണോ അവരുടെ അവസ്ഥ, ആ അവസ്ഥയെ എങ്ങനെ ഒന്നും കൂടി നല്ല രീതിയിൽ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഇമ്പൾസിവിറ്റി, ഹൈപ്പർ ആക്ടിവിറ്റി എങ്ങനെ കുറച്ചു കൊണ്ടുവരാം, അവരിൽ എങ്ങനെ ഒരു എമ്പതി ഡെവലപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അവർക്കൊന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് ഉള്ള മേഖലയിലേക്ക് അവരെ എങ്ങനെ അവർക്ക് ഒന്നും കൂടി ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്നറ്റൻഷൻ കുറയ്ക്കുന്ന രീതിയിൽ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങളെ എങ്ങനെ നോക്കി കാണാം എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടി നല്ല രീതിയിൽ മാനേജ് ചെയ്യാനാണ് അവരെ ഈ ഒരു തെറാപ്പിയും മെഡിക്കേഷനും ഒക്കെ സഹായിക്കുന്നത്. ഇതൊക്കെയാണ് ADHD വരാനുള്ള കാരണങ്ങൾ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ജനറ്റിക് ആയിട്ട് തന്നെയാണ് ADHD വരുന്നത്. ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിൽ എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണ്, എന്തെങ്കിലും ഒരു ഡാമേജ് വരികയാണ്, ബ്രെയിൻ്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ്, പ്രീമച്വർ ബർത്ത് വരികയാണ്, ഡെലിവറി സമയത്ത് എന്തെങ്കിലും പ്രശ്നമാണ്, അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് സ്മോക്കിംഗ്, ആൽക്കഹോൾ പോലുള്ള ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ കാരണം, എന്തെങ്കിലും മരുന്നുകളുടെ പാർശ്വഫലമായിട്ട്, അല്ലെങ്കിൽ അമ്മയുടെ മാനസികാരോഗ്യത്തിന്റെ നില അനുസരിച്ചും കുട്ടിയിൽ ഇത്തരം കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കൂടാതെ തന്നെ ഇത്തരം ADHD ഉള്ളവരുടെ ബ്രെയിനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ കെമിക്കലായിട്ടുള്ള ഡോപ്പമിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞ രീതിയിലാണ് കാണുന്നത്. ഈ ബ്രെയിൻ കെമിക്കലായ ഡോപ്പമിനാണ് ഒരു വ്യക്തിയിൽ ഒരു അറ്റൻഷനും അല്ലെങ്കിൽ സെൽഫ് റെഗുലേഷനും എല്ലാം സഹായിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അവർക്ക് സെൽഫ് റെഗുലേഷൻ വേണം എന്നുണ്ടെങ്കിൽ പോലും ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന, ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഈ ഒരു ഡോപ്പമിൻ്റെ അളവ് കുറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കതിന് സാധിക്കാതെ വരികയാണ് ചെയ്യുന്നത്. ADHD ഉണ്ട്, അതുമൂലം കുട്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്? തീർച്ചയായിട്ടും ഒത്തിരി പ്രശ്നങ്ങൾ വരും, അല്ലെ? എല്ലായ്പ്പോഴും അടിപിടി പ്രശ്നങ്ങളാണ്, വലിയ രീതിയിൽ വഴക്കും മറ്റു കുട്ടികളെയും കൂടുതൽ കളിക്കുമ്പോഴൊക്കെ ഉപദ്രവിക്കുകയാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിവരെ മാറ്റി നിർത്തും, അല്ലെ? കളിയാക്കും, ഒറ്റപ്പെടുത്തും.
അപ്പോൾ നല്ല തിക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ല വീട്ടിലും, മറ്റ് കൂട്ടുകാരോട് അല്ലെങ്കിൽ മറ്റ് സഹോദരന്മാരുടെ ഇടയിലൊക്കെ ഒറ്റയ്ക്കായി പോകുന്ന ഒരവസ്ഥയുണ്ടായിരിക്കും. മാതാപിതാക്കളുടെ അടുത്തു നിന്നും ആവശ്യത്തിനോ അനാവശ്യത്തിനൊക്കെ ഇവർക്ക് വഴക്കും ചീത്തയും ഒക്കെ കേൾക്കും അല്ലെ. മാതാപിതാക്കളുടെ കാര്യമാണെങ്കിലോ, അവര് ഇനി കുട്ടി ഓടിച്ചിനല്ല് കീറുക അല്ലെങ്കിൽ ഓടി പിടിച്ച് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് കരുതിയിട്ട് അടിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ വഴക്ക് പറയുന്നുണ്ടായിരിക്കും. പിന്നെ സ്കൂളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പഠന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ വരുമ്പോൾ അതൊക്കെ വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ട് ഇവരുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ കുട്ടികളുടെ ഈ ബിഹേവിയറിന്റെ ഒപ്പം തന്നെ മാതാപിതാക്കളും ഇമോഷണലി ഇതിനെ ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ വേണം. എന്താണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്കൊരു ലാബിൽ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യമാണ് എന്നുള്ളതിൽ കണ്ടെത്തുന്നതിലല്ല കാര്യമുള്ളത്. ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ് ചെയ്യുന്നതിലൂടെ, ഒരു എക്സ്പെർട്ടിന്റെ ഒപ്പീനിയൻ സപ്പോർട്ട് എടുക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇനി ഇതുവരെയുള്ള അവസ്ഥകൾ എങ്ങനെയാണ്, ഓക്കെ, ഇനി എന്താണ് ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക, ഈ ഒരു അവസ്ഥയിൽ നിന്നും എങ്ങനെ ഒന്നുകൂടി നല്ലൊരു രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാൻ സാധിക്കും, അവരുടെ കാര്യങ്ങൾ ഒന്നുകൂടി അവർക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് വരാൻ, അല്ലെങ്കിൽ വലുതാകുമ്പോൾ അവരുടെ ഒരു കോർ ഏരിയ കണ്ടെത്തിയിട്ട് അതിൽ ഒന്നുകൂടി നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് അവരെ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്ന രീതിയിലാണ് മാതാപിതാക്കൾ അവരെ സഹായിക്കേണ്ടത്. അതിൽ നല്ല രീതിയിലുള്ള ക്ഷമയും നല്ല രീതിയിലുള്ള അറിവും അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കാൻ ഒരിക്കലും മടിക്കാതിരിക്കുക. കാരണം പലപ്പോഴും കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അറിയാതെ വരുന്ന ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും അത് വിഷമം ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. തെറ്റിദ്ധാരണയുടെ ഫലമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കാര്യങ്ങൾ അറിയുമ്പോൾ അതിന് പൂർണ്ണമായിട്ട് അറിയാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സന്തോഷവും സമാധാനവും തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. പലപ്പോഴും നമ്മുടെ ഈ ലോകത്തുണ്ടായിട്ടുള്ള മഹാന്മാരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വലിയ രീതിയിൽ ഉയർച്ചയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരും ഇനി വരാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ തന്നെയും ഒരു വ്യത്യസ്തതയുടെ കഥ പറയാനുണ്ടായിരിക്കും അല്ലെ. നോർമലായിരിക്കുക, പലപ്പോഴും ഒരു സാധാരണ ഒരു നോർമലായിട്ടുള്ള ജീവിതം നയിക്കുക എന്നതിലുപരി സംതിങ് സ്പെഷ്യൽ ആയിരിക്കുക, പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുക. അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ വിജയം തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.